കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന്റെ മുഖ്യപ്രവേശന കവാടത്തിൽ യാത്രക്കാരുടെ ബാഗുകൾ സ്കാനർ വഴി പരിശോധിക്കുന്നതിനിടയിൽ കോൺസ്റ്റബിൾ പി രാജ സംശയകരമായ ഒരു ബാഗ് കണ്ടെത്തി. സബ് ഇൻസ്പെക്ടർ പി ബാലയ്യയുടെ പരിശോധനയിൽ അതിൽ മാൻകൊമ്പ് ഉണ്ടായതായി സ്ഥിരീകരിച്ചു. ആവശ്യമായ രേഖകളില്ലാതെ വഹിച്ചതിനാൽ പ്രതിയെയും മാൻകൊമ്പിനെയും കോയമ്പത്തൂർ വനം വകുപ്പിന് കൈമാറി. ചെന്നൈയിൽ നിന്നും മാംഗ്ലൂർ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൽ RPF അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീ അംബികാപതിയുടെ നേതൃത്വത്തിലുള്ള ട്രെയിൻ എസ്കോർട്ടിംഗ് ടീം കോച്ചുകൾ പരിശോധിക്കുന്നതിനിടയിൽ ഒരു സ്ത്രീ യാത്രക്കാരിയുടെ പക്കൽ നക്ഷത്ര ആമയെ നിയമവിരുദ്ധമായി കൈവശം വെച്ചിട്ടുള്ളതായി കണ്ടെത്തി. തുടർന്ന് സ്ത്രീയെയും നക്ഷത്ര ആമയെയും നിയമപരമായ നടപടികൾക്കായി കോയമ്പത്തൂർ വനം വകുപ്പിന് കൈമാറുകയും ചെയ്തു. ഓരോ ജീവനും വിലമതിക്കാനാകാത്തതാണ്. പാലക്കാട് RPF അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീ ഇ ജ്ഞാനാനന്ദന്റെ വേഗത്തിലുള്ള പ്രവർത്തനം ഒരു യാത്രക്കാരന്റെ വിലപ്പെട്ട ജീവനാണ് രക്ഷിച്ചത്. RPF ജാഗ്രതയോടെ മുന്നോട്ട്. തിണ്ടിവനം റെയിൽവേ സ്റ്റേഷനിൽ RPF അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീ പി ദേശീയം സംഘവും സംശയാസ്പദമായ ഒരാളെ പ്ലാറ്റ്ഫോമിൽ കണ്ടെത്തി. തുടർന്നുള്ള പരിശോധനയിൽ രേഖകളില്ലാതെ കൈവശം വെച്ചിരുന്ന 52 ലക്ഷം രൂപ വിലയുള്ള സ്വർണവും കണ്ടെടുത്തു. നിയമാനുസൃത നടപടികൾക്കായി സ്റ്റേറ്റ് ടാക്സ് വകുപ്പിന് കൈമാറുകയും ചെയ്തു. നിരോധിത വസ്തുക്കളുടെ പ്രചരണത്തിനായി റെയിൽവേയെ ദുർവിനിയോഗം ചെയ്യുന്നവർക്ക് ഒരു താക്കീത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ RPF ഹെഡ് കോൺസ്റ്റബിൾ ഷമീറും വിജേഷും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 2 പേരിൽ നിന്നും 20 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. തുടർന്ന് പ്രതികളെയും പിടിച്ചെടുത്ത കഞ്ചാവും കോഴിക്കോട് എക്സൈസ് വിഭാഗത്തിന് കൈമാറുകയും ചെയ്തു.